വനിതകൾക്ക് എന്നും പ്രാധാന്യം നൽകാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് മോദി സർക്കാർ. വനിതകൾക്ക് വേണ്ടി തന്നെയാണ് പല ശാക്തീകരണ പരിപാടികളും മോദി സർക്കാർ വിഭാവനം ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഡൽഹിയിലെ കാര്യം എടുത്തു നോക്കിയാൽ മുഖ്യമന്ത്രിയായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് രേഖ എന്ന് പറയുന്ന ശക്തിയായ ഒരു വനിതാ പ്രതിനിധി തന്നെയാണ്. അതേസമയം അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8-ന് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും എന്നാണ് റിപ്പോർട്ട്. ഡൽഹി ഉൾപ്പെടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന സംരംഭങ്ങൾ അവതരിപ്പിക്കാനും പദ്ധതിയിടുന്നതായി BJP വൃത്തങ്ങൾ അറിയിച്ചു. സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ ശാക്തീകരണമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ശാക്തീകരണത്തിന് ഉതകുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തെരഞ്ഞെടുപ്പിൽ വലിയ വിഭാഗം സ്ത്രീകളെ വോട്ടർമാർ ഞങ്ങളെ പിന്തുണച്ചിട്ടുമുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് പറയുന്നത്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ധനസഹായം, ദാരിദ്ര്യ വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ വൈദഗ്ധ്യം നൽകുന്ന പദ്ധതികൾ എന്നിവ ആവിഷ്കരിക്കുമെന്ന് BJP പറയുന്നു. വനിതാ ദിനത്തിൽ മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ നിരവധി പദ്ധതികളും പാർട്ടി ആസൂത്രണം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മഹിളാ സമൃദ്ധി യോജന പ്രകാരം പ്രതിമാസം 2500 രൂപ നൽകുന്ന പദ്ധതിക്ക് 8-ന് തുടക്കമാകും. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ പദ്ധതി. ഇപ്പോൾ നടക്കുന്നത് നരേന്ദ്രമോദി 3.0 ആണ്. 2 തവണ രാജ്യം ഭരിച്ചപ്പോഴും ജനങ്ങൾക്ക് നല്ലത് മാത്രം ചെയ്ത ഒരു ഭരണമായിരുന്നു നരേന്ദ്രമോദിയുടെ മോദി ഭരണം. ഇപ്പോൾ താമര തന്നെയാണ് നമ്മുടെ വീണ്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ഒരു ഗുണം ഇന്നും നമ്മൾക്കുണ്ട് എന്ന് തന്നെ പറയാം. ഇന്ത്യ മുഴുവനും ഓരോ കാര്യങ്ങളിലും ഉന്നതി നേടുന്നതും നമ്മുടെ ജനവിഭാഗങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും പ്രതിരോധത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും വിദേശകാര്യ നയത്തിലാണെങ്കിലും എല്ലാം നമ്മൾ ബഹുദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ മോദിയുടെ 3-ാം ഊഴത്തിൽ മറ്റൊരു വലിയ കാര്യം കൂടി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുകയാണ്. രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും പെൻഷൻ ലഭ്യമാക്കാനുള്ള പദ്ധതിയുമായിട്ട് എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ അടക്കം ഉൾപ്പെടുത്തിയാകും പുതിയ പദ്ധതി നടപ്പാക്കുക. നിലവിൽ വിവിധ മേഖലകളിലുള്ള പെൻഷൻ പദ്ധതികളെ ലയിപ്പിച്ചായിരിക്കും സമഗ്ര പെൻഷൻ പദ്ധതി നടപ്പാക്കുന്നത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമാകും പുതിയ പെൻഷൻ പദ്ധതി. നിലവിലെ ഇ-ശ്രം പോർട്ടൽ കണക്ക് പ്രകാരം 30.67 കോടി അസംഘടിത തൊഴിലാളികളുണ്ട്. ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ 2.97 കോടി പേരാണ് ഈ മേഖലയിലുള്ളത്. ഉത്തർപ്രദേശിൽ 8.38 കോടി കഴിഞ്ഞാൽ 2-ാം സ്ഥാനത്താണ് ബീഹാർ. മാസം 1000 മുതൽ 1500 വരെ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന, വഴിയോര കച്ചവടക്കാർ, വീട്ടുജോലിക്കാർ, തൊഴിലാളികൾ തുടങ്ങിയവർക്കുള്ള PMSYM, 60 വയസ്സായാൽ കർഷകർക്ക് മാസം 3000 രൂപ ലഭിക്കുന്ന കിസാൻ മാൻധൻ യോജന, ഗിഗ് തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച പദ്ധതികൾ തുടങ്ങിയവ ലയിപ്പിച്ചാകും പുതിയ പദ്ധതി നടപ്പാക്കുക. ഗിഗ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ഇ-ശ്രം പോർട്ടലിൽ രജിസ്ട്രേഷൻ തുടങ്ങി ഇവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകും. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ ഉറപ്പാക്കും. അർബൻ കമ്പനി, സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, അങ്കിൾ ഡെലിവറി എന്നീ 4 പ്രധാന സേവന ദാതാക്കളാണ് തൊഴിലാളികളെ ഇ-ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. രാജ്യത്തെ എല്ലാവർക്കും 60 വയസ്സ് തികയുമ്പോൾ പെൻഷൻ എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. വീട്ടുജോലിക്കാർ, 1 കോടിയിലധികം വരുന്ന ഗിഗ് വർക്കർമാർ, നിർമ്മാണ തൊഴിലാളികൾ, സൈക്കിൾ, റിക്ഷ തൊഴിലാളികൾ, സ്വയം തൊഴിൽ കണ്ടെത്തിയവർ, സ്വകാര്യ ജീവനക്കാർ തുടങ്ങിയവർക്കൊക്കെ പുതിയ പെൻഷൻ പദ്ധതി ഗുണകരമാകും. അതേസമയം നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമാകില്ല സമഗ്ര പെൻഷൻ പദ്ധതി.